കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ രാജൻ. വെൽക്കം ഡോക്ടർ, പറഞ്ഞോളൂ. അപ്പൊ ആദ്യമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഇന്ന് ഞായറാഴ്ച രാവിലെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അജിത മാഡം ഇപ്പം സംസാരിച്ച അജിത മാഡം പറഞ്ഞു ശ്വാസം വിമിഷ്ടവും പനിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേങ്കില് അത് നമ്മൾ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ ഒരു ക്രൈറ്റീരിയ ഞാൻ പറയാം. നമ്മുടെ പില്ലോ പാഡ് ഉണ്ടല്ലോ, അത് വളരെ സോഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബെഡ് പെതുക്കെ വലിച്ച് തലങ്ങണയുടെ മേളിലോട്ട് ഇട്ടിട്ട് പില്ലോ പാഡ് തിരിച്ചെടുക്കണം. എടുത്തിട്ട് നൈറ്റിക്കകത്തോ അല്ലെ ബെന്നിന്റെ അകത്തോ കയറ്റി വെക്കണം. തൊണ്ടയുടെ അവിടം വരെ കവർ ചെയ്യത്തൊക്കെ കയറ്റി വെച്ചിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതി. 2 ദിവസം കഴിയുമ്പോൾ എല്ലാ ചുമയും വിമിഷ്ടവും എല്ലാം നമ്മളെ അലട്ടുന്നതായ നെഞ്ചിലുള്ള കഫക്കെട്ട് വരെ മാറി കേട്ടോ. ഞങ്ങളിവിടെ ട്രൈ ചെയ്താൽ ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടും അറിയാം. അപ്പൊ നമ്മുടെ അതിന്റെ ആക്ഷൻ ഒന്നേ ഉള്ളൂ. നമ്മുടെ ലങ്സ് ഇരിക്കുന്ന നമ്മുടെ പുറത്താണല്ലോ, അവിടെ അടിയിലും മേളിലും ഈ മാഗ്നറ്റിക് എനർജി വരും. അപ്പം രണ്ടിന്റെ ഇടയ്ക്കായിരിക്കും നമ്മുടെ ഇതഞ്ച്. അപ്പം നമ്മൾ വിചാരിക്കും ഒന്നും തല വെക്കുന്ന എന്തോ. അന്നേരം ബെഡ് കുറച്ചുകൂടെ മേളിലോട്ട് വലിച്ച് തലങ്ങണയുടെ മേളിൽ കയറ്റിയിട്ടാ മതി. എന്നിട്ട് പില്ലോ പാഡ് എടുത്തിട്ട് നൈറ്റിക്കകത്തോ ബ്ലൗസിന്റെ അകത്തോ ബെന്നിന്റെ അകത്തോ വെച്ച് ഈ കഴുത്തിന്റെ അവിടം വരെ കവർ ചെയ്യത്തൊക്കെ വെച്ചാൽ മതി. ഒരു 48 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ ഇപ്പൊ എല്ലാവർക്കും ഈ ചുമയാ, ഇറിറ്റേറ്റബിൾ ചുമ കംപ്ലീറ്റ് പോവും. നല്ല എഫക്റ്റീവാ, അത് ഓർത്തോണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ബയോടെക്നിൽ കയറിയ പിന്നെ അതിന്റെ അതിന്റെ അനുഭവിച്ചവരാണ് പറയേണ്ടത്. ഇന്ന് ആ പുള്ളിക്കാരൻ ഇന്ന് കയറിയിട്ടില്ല. അത് ജെയിംസ് മറ്റാരും അല്ല, നമ്മള് നേരത്തെ ഇവിടെ ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞ ജെയിംസിന്റെ വൈഫിന്റെ പേരാ ദീപ എന്ന് പറയും. പുള്ളിക്കാരി ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പാളാ, ഒരു നല്ലൊരു വ്യക്തിയാ. അപ്പം ഇവര് രണ്ടുപേരും ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. ജെയിംസിന് നല്ല റിസൾട്ട് കിട്ടി. ആസ്മയുടെ പ്രശ്നം മാറി. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഇൻഹേലർ ഇല്ലാതെ പുള്ളിക്കാരിക്ക് ജീവിക്കാൻ പറ്റില്ല, എന്നാലും മാറി. പക്ഷെ പുള്ളിക്കാരിയെ അലട്ടുന്ന വലിയൊരു പ്രശ്നം യൂട്രസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. യൂട്രസിന്റെ അകത്ത് മുഴകളുണ്ടായിരുന്നു. അതെന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം. അത് പക്ഷെ വലിയ പേടിയാ. അത് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത് ഓർക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയാ. അങ്ങനെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ എനിക്കൊന്ന് 7 മാസത്തോളം ആയി. 7 മാസം ആയ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർ ഒരു രക്ഷയില്ല, ദീപ ആകപ്പാടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഇപ്പൊ ഭയങ്കര പ്രൊഫ്യൂസ് ബ്ലീഡിങ് ആണെന്ന്. ഇപ്പൊ ഹിമോഗ്ലോബിൻ ഒക്കെ കുറഞ്ഞു, പുള്ളിക്കാരിയുടെ ബാലൻസ് ഒക്കെ തെറ്റുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അന്നേരം ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ അത്ര ബ്ലീഡിങ് കണ്ടിട്ടില്ല. അപ്പൊ എന്നെ ആദ്യം വിളിച്ചാണ്. ഞാൻ പറഞ്ഞു, ജെയിംസ്, ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടെന്ന് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. കാരണം ഒരുപാട് മുഴകൾ ഉണ്ടായിരുന്നു അവന്റെ യൂട്രസിനകത്ത്. ബ്ലീഡിങ് വരണമെന്ന് പറഞ്ഞു. അതെന്തിനാ ബ്ലീഡിങ് വരണേ? കാരണം ഈ സൂമിന്റെ അകത്ത് ജെയിംസ് അങ്ങനെ കയറുന്നില്ല. അപ്പൊ ഇൻഫ്ലുവൻസ് ആക്ച്വലി കിട്ടുന്നില്ല. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നല്ലതാ. അന്നേരം ഞാൻ അങ്ങോട്ട് കൗണ്ടർ അടിക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം മാറുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ബ്ലീഡിങ് വരും? ഞാൻ പറഞ്ഞു, ബ്ലീഡിങ് വരണമല്ലോ, അതിന്റെ മുഴകൾ പൊട്ടുമ്പോൾ എന്താ വരണ്ടേ? ബ്ലീഡിങ് വരണം, ചവ് പോലുള്ള കഷ്ണങ്ങൾ വരെയും വരുമെന്ന് പറഞ്ഞു, എക്സ്ക്രീറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ആ സയൻസ് ടെക്നോളജി എല്ലാം കുറച്ച് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മനസ്സിലായി. പുള്ളിക്കാരി അന്നേരം ആശുപത്രി പിന്നെ ഒന്നും പോയില്ല. എന്റെ ഈ വാക്ക് കേട്ട് വെള്ളം കുടിക്ക്, ആ ബെഡേ തന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് ഇടിച്ചു കഴിഞ്ഞാൽ തല ഇറങ്ങും, ആ രീതിയിലായിപ്പോയി. അപ്പം വീണ്ടും സ്റ്റോപ്പായിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ബ്ലീഡിങ് ആയി. ആയിട്ട് ജെയിംസ് എന്നെ വിളിച്ചു, എന്റെ ചെറിയ കഷ്ടങ്ങൾ വരെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നല്ലതാ. അപ്പൊ ആ ക്രഷായിട്ടുള്ള മാസ് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ബ്രേക്ക് ഡൗൺ വെച്ചാൽ ഉടച്ചു കളഞ്ഞിട്ട് അത് കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ഇന്ന് മിനിഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ പോയി, സെന്റ് ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലിൽ പോയി ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. പരിമല ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. MRI എടുത്തു, സ്കാൻ ചെയ്തെല്ലാം റിസൾട്ട് വാങ്ങിക്കാൻ ചെന്നെ അവരോട് ചോദിച്ചു. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ യൂട്രസ് ഒക്കെ ഭയങ്കര ശക്തിയുള്ള യൂട്രസാ, ഒരു കുഴപ്പമില്ല, എല്ലാം ക്ലീൻ ആയെന്ന് പറഞ്ഞു. അന്നേരം എത്രയും ഇത് പോകുന്നു അത്രയും നല്ലതാ. ഇപ്പൊ യൂട്രസ് തന്നെ. അന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചു. അവര് ഭാഗ്യത്തിലൊന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചെയ്തില്ലെന്നുള്ളത് കിട്ടണം, അവര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ അവര് പെർഫെക്റ്റ് ആയി. ഇന്നലെ രാത്രിയിലാണ് ഈ ടെസ്റ്റ് ബോഡി എനിക്ക് കിട്ടിയത്. പുള്ളിക്കാരനെ വിളിച്ചു പറയും. പുള്ളിക്കാരൻ തന്നെ നമ്മുടെ സൂമി ഒന്ന് പറയും. അപ്പൊ അത് ഞാൻ ഒരു ദിവസം മുമ്പേ നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് യൂട്രസിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ലേഡീസിനും ഒരു സമയം കഴിയുമ്പോൾ യൂട്രസ് പ്രശ്നമാണ് അല്ലേ? ഈ 2 ഓപ്ഷൻസ് എല്ലാം അടിഞ്ഞു കൂടുന്നത് എല്ലാം ഈ യൂട്രസിന്റെ അകത്ത് മഴയായിട്ട് വരിക.
അപ്പോൾ ഇത് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്രഷ് ചെയ്ത് പോകും. എന്നാൽ നമ്മൾ സാധാരണ ലേഡീസ് ഇത് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പ്രൊഫ്യൂസ് ബ്ലീഡിങ് വരുമ്പോൾ ഇവർ മാറ്റി വെക്കും. ഡോക്ടറോട് എന്ന് പറയും, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഇഞ്ചക്ഷനോ ടാബ്ലറ്റോ ചെയ്യും, ഈ പ്രൊഡക്റ്റ് മാറ്റി വെക്കും. അത് ദൂഷ്യമായിട്ട് വരും. പൊട്ടിപ്പോയിട്ട് യൂട്രസ് കംപ്ലീറ്റ് നമ്മുടെ പറയാറില്ലേ, നമ്മുടെ ഹ്യൂമൻ ബോഡി തന്നെ ഡോക്ടറാണെന്ന് പറയാറില്ലേ. അപ്പൊ ആ ഡോക്ടറിന് ആ മാഗ്നറ്റിക് എനർജി കിട്ടാതെ വന്നപ്പോൾ കിട്ടിയപ്പോൾ അത് അതിന്റെ ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, അത് മാഗ്നറ്റിക് എനർജി കൊണ്ടാണ് അത് ബോഡി ക്ലീനപ്പ് മെക്കാനിസം നടക്കുന്നത്. പ്രത്യേകിച്ച് യൂട്രസിനകത്ത് ഇങ്ങനെയുള്ള മുഴക് 100% എഫക്റ്റീവാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാറിന്റെ വൈഫിന് തന്നെ ഇങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ചെന്ന് നോക്കിയുണ്ടെങ്കിൽ പിന്നെ സ്കാൻ ചെയ്തപ്പോൾ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് മണി എനിക്ക് ആദ്യമായിട്ട്. അതുകൊണ്ട് ഈ 2 കാര്യം പറയാനാണ് ഞാൻ ഇന്ന്. എനിക്ക് സന്തോഷമുണ്ട് ഞായറാഴ്ച രാവിലെ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ്. വളരെ വളരെ സന്തോഷം ഡോക്ടറെ. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി ഇൻഫോർമേറ്റീവ് ആണ്. എല്ലാ സ്ത്രീകളിലേക്കും ഇത് എത്തിക്കണം. ഈ ഒരു സംഗതി നിസ്സാര കാര്യമല്ല. യൂട്രസ് പ്രോബ്ലം ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉള്ളതാണ്, വിശേഷിച്ചും മെനോപോസിന് മുമ്പുള്ള ഘട്ടങ്ങളിൽ. അപ്പോ ഈ പ്രോഡക്റ്റ് അതിനുശേഷവും എക്കാലത്തും സ്ത്രീകൾക്ക് യൂട്രസ് നീക്കം ചെയ്യേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്താൻ ഇത് അങ്ങേയറ്റം സഹായിക്കും. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. വളരെ സന്തോഷം. ഒരിക്കൽ കൂടി ഡോക്ടർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഡോക്ടർ തരുന്ന ഇൻഫോർമേഷൻസ് വളരെ പെക്യൂലിയർ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളെ പില്ലോ പാഡ് ഉപയോഗിക്കേണ്ട ആ ടെക്നിക്ക് പറഞ്ഞു തന്നതും, അതുപോലെ പൊടിക്കൈകളൊക്കെ ഡോക്ടറാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓരോന്നിനും. അതിനെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടറോട് പ്രത്യേക കടപ്പാടും നന്ദിയുണ്ട്. താങ്ക് യു ഡോക്ടർ. ഗീത മാഡം സംസാരിച്ചോളൂ. ഗീത സുരേഷ്.